വെള്ളാപ്പള്ളിയുടെ കയ്യും പിടിച്ച് നടത്തി അയ്യപ്പ സംഗമം പൊളിക്കാനുള്ള ഗൂഢനീക്കം, മാധ്യമ അജണ്ട തുടങ്ങിയ ബ്രഹ്മാണ്ഡ മണ്ടൻ ക്യാപ്സൂളുകൾ മന്ത്രി വി എൻ വാസവനടക്കം ഇപ്പോൾ ആരും അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല. കാരണം എടുക്കുമ്പോഴൊന്ന് തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 100 എന്ന മട്ടിലാണ്. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്തൊരു കാട്ടുകൊള്ള, ഒരു ന്യായവാദവും ചാപ്പയടിയും വർക്കൗട്ട് ആവാത്തവണ്ണം കോടതി കയ്യോടെ പിടിക്കുന്ന ജാള്യത്തിലാണ് ആ ക്യാപ്സൂൾ മറവി. ഈ മുടിഞ്ഞ റോബറിയിൽ, വിശ്വാസി വഞ്ചനയിൽ, സൈബർ മേഖലയിലെ മിണ്ടാട്ടം മുട്ടൽ ഗതികേടിലാണ്. ശ്രീ റെജി ലൂക്കോസ് 8ാമത്തെ ഉത്തരവാണ്. ഹൈക്കോടതിയുടെ 8ാമത്തെ ഉത്തരവിൽ, ഇടക്കാല ഉത്തരവിൽ കോടതി വളരെ ഭംഗിയായി പറയുകയാണ്, സംശയത്തിനിടയില്ലാത്തതെന്ന് പറയുകയാണ്. 2019 കാട്ടുകൊള്ളക്കാർക്ക് 2025 ഈ ദേവസ്വം ബോർഡ് കഞ്ഞി മാത്രമല്ല പയറും പുഴുങ്ങി കൊടുത്തു എന്നാണ്. നീ വെറുതെ നുണ പറയരുത്, തെളിവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു നിമിഷം വൈകാതെ രാജിവെച്ചിറങ്ങി പോകണ്ടേ പ്രശാന്തും സംഘവും? റെജി ലൂക്കോസ് പാരീസിൽ നടന്ന വിശ്വവിഖ്യാതമായിട്ടുള്ള പോളിന്റെ ഭാര്യയുടെ രക്തം സഹിതം കട്ടെടുത്തുകൊണ്ട് പോയ 4 മിനിറ്റ് കൊണ്ട് ആ മ്യൂസിയത്തിൽ കട്ടെടുത്തുകൊണ്ട് പോയതിനേക്കാളും ഭീകരമായ രീതിയിലുള്ള ഒരു കൊള്ളയാണ് ശബരിമല നടന്നിരിക്കുന്നത്. ആണോ? അത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ശബരിമല വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാനിത് പറയാൻ കാരണം, ഈ മുരാരി ബാബു എന്ന് പറഞ്ഞ ഒരുത്തനെ ഇപ്പൊ പിടിച്ചിട്ടുണ്ട്. മുരാരിയൊക്കെ ചെറിയ മീനാന്നേ. ഇപ്പോൾ ഞാനിരിക്കുന്ന ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ മുരാരിയും പോറ്റിയും ഒക്കെ ചെറിയ മീനുകളാണ്. മുരാരിയും പോറ്റിയും അവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം അതല്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് കുറെ നേരം സംസാരിക്കാൻ. നിങ്ങൾ മെഗാ സീരിയലായിട്ട് ടെലികാസ്റ്റ് ചെയ്തോളൂ. എന്റെ ചോദ്യം, കോടതി പറയുകയാണ്, കോടതി പറയുന്നു 19 നടന്ന ഈ മഹാ ഉടായ്പിന്, ഒരുപക്ഷെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ കണ്ട സന്നിധാനം കണ്ട ഏറ്റവും വലിയ നീചമായ പണിക്ക് 2025 ഇതേ ദേവസ്വം ബോർഡ് കഞ്ഞി വെച്ചു എന്ന് സംശയിക്കണം എന്ന് കോടതി പറഞ്ഞാൽ പ്രശാന്ത് ആ നിമിഷം രാജിവെച്ചിറങ്ങി പോണ്ടേ? അല്ല പ്രശാന്ത്, അല്ല ഞാൻ നിൽക്കട്ടെ, ഇത് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് SIT. വളരെ സുസ്ഥിരമായിട്ടുള്ള രീതിയിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ വളരെ വളരെ ടാലന്റ് ഉള്ള ഉദ്യോഗസ്ഥന്മാർ, വളരെ ക്രെഡിബിലിറ്റി ഉള്ള ഉദ്യോഗസ്ഥന്മാർ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ തന്നെ നമ്മളൊരു വിധി എഴുതേണ്ട കാര്യമില്ല. കോടതി പറഞ്ഞ വിധിയാ. ബഹുമാനപ്പെട്ട പ്രശാന്ത്, ഇല്ല റെജി ലൂക്കോസ്, ഇവിടെ ഇപ്പോൾ ഭരിക്കുന്ന ഒരു ദേവസ്വം ബോർഡിനെ കോടതി ഉത്തരവിൽ സംശയത്തിന് നിർത്തുമെന്ന് കരുതാവോ? ഒന്നുമില്ലാതെ. അങ്ങനെയല്ല. ഇടക്കാല ഉത്തരവ് അടച്ചിട്ട്, എന്താണ്, തുടരന്വേഷണ റിപ്പോർട്ട് അടച്ചിട്ട മുറിയിൽ കോടതി പരിശോധിച്ചു. കോടതിയുടെ ഞെട്ടലാണ് ആ ഉത്തരവ് ശ്രീ റെജി ലൂക്കോസ്. അതിനെ തുടർന്നാണ് ആ പരാമർശം. രാജിവെച്ച് പോകണ്ടേ ഈ ദേവസ്വം ബോർഡ്? ഇനിയും നാണം കെട്ട് നിൽക്കണോ? ഇനിയും അവർക്ക് സമയം നീട്ടിക്കൊടുക്കണോ? പ്രശാന്ത് എന്ന് പറഞ്ഞ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശാന്ത് ശിക്ഷിക്കപ്പെടണം. അതിന് യാതൊരു തർക്കവും, നിസ്തർക്കം. പാർട്ടിയൊന്നും പ്രശാന്തിനെ ചോക്കത്തില്ല. കുറ്റവാളിയാണ്, തെറ്റുകാരനാണെന്നുള്ളത് ഇതുവരെയുള്ള സാഹചര്യത്തിൽ ഇവിടെ KM മാണി ഉത്തരവിൽ സീസന്റെ ഭാര്യ സംശയത്തിന് അതീതയാവണം എന്ന് പേര് പോലും എടുത്തു പറഞ്ഞില്ല. പരോക്ഷമായി പറഞ്ഞപ്പോഴേക്കും മാണിയുടെ രാജി ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങി മാണിയുടെ രാജി പിടിച്ചു വാങ്ങിച്ചു. ഒരു പരോക്ഷ പരാമർശമായിരുന്നു. ഇവിടെ നേർക്കുന്നവർ പറയുകയാണ്, ഇവിടെ നേർക്കുന്നവർ പറയുകയാണ് ഈ ദേവസ്വം ബോർഡ് കള്ളന് കഞ്ഞിവെച്ച കൂട്ടരാണെന്ന് സംശയിക്കണം എന്ന് കോടതി പറയുകയാണ്. രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെടണ്ടേ? ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്, നീയാ. ബഹുമാനപ്പെട്ട അല്ല കാശ്മീർ പറയട്ടെ, ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് ഞാനും വായിച്ചു, നമ്മളെല്ലാവരും വായിച്ചാ. അതിൽ പ്രകാരമുള്ള അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നു. ദയവായിട്ട് നിങ്ങൾ 2 പ്രാവശ്യം കാത്തിരിക്കേ. ഈ പ്രശാന്തിലേക്ക് നീളുവോ ഇല്ലയോ എന്നുള്ളവർ ആ ഉദ്യോഗസ്ഥന്മാരെ തീരുമാനിക്കട്ടെ. അവർക്ക് തെളിവ് കിട്ടിയെങ്കിൽ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ജയശങ്കർ സാർ പറഞ്ഞല്ലോ, നല്ലൊരു തുടക്കമാണിത്. അന്വേഷണം നടക്കട്ടെ. കോടതി അങ്ങനെ വ്യക്തിപരമായിട്ട് ഒരു പരാമർശം കോടതിയുടെ ഇതിലില്ല. ആശ്മിക്കുന്നത് കാണിക്കോ? ഉണ്ട്. പ്രശാന്തിനെ പിൻപോയിന്റ് ഉത്തരവ് കോടതി പറഞ്ഞോട് ഒരിക്കലുമില്ല. അതല്ലേ വായിച്ചേ? ആരോട്? നിങ്ങൾ പ്രതിപക്ഷം സംസാരിക്കുന്ന ആശ്മി സംസാരിക്കാതെ നീ അങ്ങ് ഉണ്ടാക്കല്ലേ. ഇവിടെ കോടതി തന്നെ നേർക്കുന്നവർ സംശയം ഉന്നയിക്കുമ്പോഴേക്കും മര്യാദ ഉണ്ടെങ്കിൽ രാജിവെച്ച് പോവുകയാണ് ചെയ്യേണ്ടത്. 2019 ഉടായ്പ കാണിച്ച് ഈ പോറ്റിക്ക് വേണ്ടി എന്തിന് പരവതാനി വിരിച്ചു എന്നതിന് ഇപ്പോഴും കൃത്യമായ ഉത്തരവില്ല. ബബബ അല്ലാതെ. എന്തായാലും പോറ്റിക്കും മുരാരിക്കൊക്കെ വലിയ കോൺഫിഡൻസ് ആണ്. ആദ്യഘട്ടത്തിൽ പേര് വന്നപ്പോൾ മുരാരിയുടെ ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ലെങ്കിലും ആദ്യഘട്ടത്തിൽ മുരാരി പറഞ്ഞ പ്രതികരണം ഒന്ന് കേൾക്കാം. വേണ്ട, കണ്ടാത്തോണ്ട. അത് ചെമ്പുപാളി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നല്ലേ. ഞാൻ വേറെന്തെങ്കിലും പാളിയിൽ എഴുതിയാൽ ഞാൻ അതിന് സമാധാനം പറയണ്ടേ? കണ്ട കാര്യമാണ്. എന്തായാലും SITയുടെ ചോദ്യം ചെയ്യില്ല, ചെമ്പ് തെളിഞ്ഞു. ഇപ്പൊ മുരാരി ബാബു പറഞ്ഞ കോൺഫിഡൻസ് കണ്ടില്ലേ? അതിനെ ചെമ്പ് കണ്ടു എന്ന്. ഗോൾഡ് ക്ലാഡഡ് സാധനത്തിൽ മുരാരി ബാബു എങ്ങനെയാ ചെമ്പ് കാണുന്നത്?
മുരാരി ബാബു അടക്കം ഇത്രയും കോൺഫിഡന്റ് ആയി കള്ളം പറയുന്നത് തന്നെ പിന്നിൽ നിൽക്കുന്ന ദേവസ്വത്തിന്റെ ആൾക്കാരെ അങ്ങനെ പറയരുത്. പിന്നെങ്ങനെ പറയണം? ചമ്പൽ കൊള്ളക്കാരെ പോലും നാണിപ്പിക്കുന്ന ഉളുപ്പില്ലാത്ത ദേവസ്വം മാഫിയ. അയ്യപ്പന്റെ സ്വർണം കട്ടു, വൈക്കത്തുനിന്ന് സ്വർണം കട്ടു, എത്രയോ അമ്പലങ്ങളിൽ ഇന്നിങ്ങനെ കട്ട് കാണും. വെടിവെച്ച് കൊല്ലണപ്പ അതിനെ. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹാഷ്മിയുടെ വീട്ടിൽ നിന്ന് 10 പവൻ എടുത്തോണ്ട് പോയി, എന്റെ വീട്ടിൽ നിന്ന് 10 പവൻ പണിക്ക് എടുത്തോണ്ട് പോയി. 39 ദിവസം കഴിഞ്ഞിട്ടും പണിക്കാരന്റെ വീട്ടിൽ എത്തിയില്ല. ഹാഷ്മി വിളിച്ചു ചോദിക്കൂലേ എന്താ ദേവസ്വം ബോർഡ് വിളിച്ചു ചോദിക്കാത്തത്? കാര്യം ദേവസ്വം ബോർഡിന് അറിയാം അവിടെ എത്തൂല എന്ന്. ഇളയപ്പറ്റൊരു കാര്യം. ദേവസ്വം ബോർഡിന് ആ പറയുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ പ്രദർശിപ്പിച്ച് കാശുണ്ടാക്കി കമ്മീഷൻ 1, 2, രണ്ടാമതൊരു വ്യാജപാളി നിർമ്മിക്കണം. എനിക്ക് പറയുന്നതിൽ മനസ്സ് നുറുങ്ങുന്ന വേദനയുണ്ട്. ശബരിമലയിൽ ഇപ്പൊ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് പാളിയാണ്. 100% ഞാൻ യോജിക്കുന്നു. നമ്മൾ ആരെയാ പറ്റിക്കാൻ നോക്കുന്നത്? ഇത് കാണുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവർക്കും അറിയാം ആരിലേക്കാണ് പോകുന്നതെന്ന്. ആൾക്കാർ വീണ്ടും വീണ്ടും ആ പേരുകളും മറ്റും പറയുന്നില്ലെന്നേ ഉള്ളൂ. ദേവസ്വം ബോർഡാണ് ഈ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത്. ദേവസ്വം ബോർഡാണ്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഈ പറയുന്ന പോറ്റി എന്ന് പറയുന്ന ആള് സംശയമുള്ളതുകൊണ്ടാണ് അന്നത്തെ ഇപ്പോഴത്തെ ബോർഡിന്റെ പ്രസിഡന്റ് PS പ്രശാന്ത് അയാളെ കൊടുത്തുവിടാൻ പറ്റത്തില്ല എന്നും ഉദ്യോഗസ്ഥന്മാരെ തന്നെ കൊടുത്തുവിടണമെന്നും അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ തന്നെയാണ് നേരിട്ട് ചെന്നൈയിൽ കൊണ്ട് ആ സ്ഥാപനത്തിൽ കൊണ്ട് ഇത് വെള്ളം പൂശുകയും ആ സ്ഥാപനത്തിൽ കൊണ്ട് ഇത് വെള്ളം പൂശുകയും സ്വർണം പൂശുകയും ഹൈക്കോടതി ഇടപെട്ടപ്പോൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് ഇവിടെയാണെന്നും തിരിച്ചെത്തിക്കുകയും ചെയ്തു. അല്ല, നിങ്ങളോട് ഞാൻ പറയുന്നത് ദയവായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേ. നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് ഇപ്പൊ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിൽ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം. ഞാൻ സംഭവിച്ചു. പക്ഷെ നിങ്ങൾ തെളിവുകൾ നിർത്തേ. പ്രശാന്ത് രാജിവെച്ച അഴിമതിയുടെ ഇപ്പൊ ശരി അന്ന് വിളിച്ച മുദ്രാവാക്യം വിഴുങ്ങി മാണി LDF-ലേക്ക് സ്വാഗതം ചെയ്തു. അത് മറ്റൊരു കാര്യം. പക്ഷെ ആ സമരം ഇപ്പോഴും ചരിത്രത്തിൽ അവിടെ നിൽക്കുകയാണല്ലോ. സീസന്റെ ഭാര്യ സംശയത്തിന് അതീതമാണെന്ന് കമൽ പാഷയുടെ ഉത്തരവിലെ പരാമർശമൊക്കെ. മാണിയുടെ രാജി ആവശ്യപ്പെട്ടു. അതിലപ്പുറമുണ്ട്. ഇത് അതിലപ്പുറം നിൽക്കുന്ന സംശയത്തിന് നിർത്തുമ്പോഴേക്കും രാജിവെക്കണമെന്ന് ദേവസ്വം ബോർഡ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഞാൻ പറഞ്ഞത് രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും 2 മെമ്പർമാരും ഇപ്പൊ പ്രതികളാണ്. ഇവരെ ആരെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ശ്രമം സർക്കാർ നടത്തിയാൽ ഇവർ പ്രതികളാവുമോ? ഇവർ പ്രതികളാവത്തില്ലല്ലോ. സ്വതന്ത്ര അന്വേഷണമല്ലേ ഇവിടെ നടക്കുന്നത്? ആണോ? ഇവിടെ സ്വതന്ത്ര അന്വേഷണം സർക്കാരിന്റെ ഔദാര്യമല്ല, സർക്കാർ നടത്തുന്നതല്ല. 100% കോടതി മേൽനോട്ടത്തിൽ കോടതി ഹാൻഡ് പിക്ക് ചെയ്ത് ഉദ്യോഗസ്ഥർ നടത്തുന്ന അന്വേഷണം. ഓരോ ഉടായിപ്പായിട്ട് അറിയിക്കോളൂ. അതിൽ സർക്കാർ ഒന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഒരു രക്ഷപ്പെടുത്തൽ നടക്കില്ല. ഇനി അങ്ങനെ വിചാരിച്ചാലും ഇവിടെ അയ്യപ്പന് ശ്രീ റജി ലൂക്കോസ് ഇവിടെ അയ്യപ്പന് കുറച്ച് സ്വർണം വേണമെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ ക്യൂ നിൽക്കും, ഉള്ളവനും ഇല്ലാത്തവനും. എന്നിട്ട് ഈ പോറ്റി മാത്രമേ ഉള്ളൂ 24 വിളിച്ചു വരുത്താൻ, അല്ലേ? അത് പിന്നെ സ്മാർട്ട് ക്രിയേഷൻ ഈ പറയുന്ന ഒരു സാങ്കേതികത്വം ഇല്ല എന്ന് പറയുന്ന റിപ്പോർട്ട് 7 നാൾ കൊണ്ട് മറിയുന്നത് നിഷ്കളങ്കമായിട്ടാണോ? അല്ല. സ്മാർട്ട് ക്രിയേഷന്റെ വക്കീൽമാരുണ്ട് ദേവസ്വം ബോർഡിൽ. സ്മാർട്ട് ക്രിയേഷന്റെ വക്കീലന്മാരുണ്ട് ദേവസ്വം ബോർഡിൽ. റജി ലൂക്കോസ് എന്താ ഞാൻ കേൾക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയത്തിൽ ഒരു മാന്യതയില്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ ജനങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു സ്ഥാപനത്തിനോ ന്യായീകരിക്കാൻ ഞങ്ങളെ പോലുള്ളവരില്ല. കാരണം അത് ശബരിമലയിലെ മോഷണമാണ്. കേരളത്തിന്റെ അഭിമാനമായിരിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ നടന്ന കളവ് പട്ടാപ്പകല് പൊളിച്ചുകൊണ്ട് പോവുക. ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ഉദ്യോഗസ്ഥന്മാരെ കാവൽ നിൽക്കുക. അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ട് അവരെ ജയിലിലേക്ക് വിടണം. ഒരു തർക്കമില്ല കാര്യത്തിൽ. ഈ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും ഒരു സംശയമില്ല. കാര്യത്തിൽ രാജിവെക്കണമെന്ന് പറയുന്നതിന്റെ സാങ്കത്യമാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ മറച്ചു വെക്കാനുള്ളത് മറച്ചു വെച്ചു. 2019 കാട്ടുകൊള്ള 2025 മാത്രമാണ് ലോകം അറിയുന്നത്. എങ്ങനെയാ അറിയുന്നത്? അത് വളരെ സാന്ദർഭികവശാൽ കോടതി അറിയാതെ ഉടായ്പ കാണിക്കാൻ നോക്കി. 2024 കോടതി കയ്യോടെ പിടിച്ചു. അതിനെ തുടർന്നാണ് ഇതൊക്കെ ഉണ്ടായത്. മറച്ചു വെക്കാനുള്ളത് മറച്ചു വെച്ച് തന്നെ ഇരിക്കുകയായിരുന്നു ഈ പോയ വർഷങ്ങളിലൊക്കെയും. റജി ലൂക്കോസ് ഔദാര്യം പറയല്ലേ? ഇവിടെ പിന്നെ ഗവൺമെന്റിനെ ചാരിക്കൊണ്ട് ഇതിനു മുമ്പ്, അതായത് ഞാനതാ പറഞ്ഞത്, ഗവൺമെന്റ് അല്ലാതെ ആരാണ് ചാരുക? നമുക്ക് പോറ്റി ആരാ? നമുക്ക് മുരാരി ആരാ? നമുക്കൊരു ചുറ്റുമല്ല ഈ പോറ്റി മുരാരിയും. നമുക്ക് ചോദിക്കാനുള്ളത് നമ്മൾ തെരഞ്ഞെടുത്ത സർക്കാരിനോടാണ്. നമുക്ക് ചോദിക്കാനുള്ളത് ആ സർക്കാർ വെച്ച് ദേവസ്വം ബോർഡിനോട് ചോദിക്കാനുള്ളത്. അല്ലാതെ പോറ്റി മുരാരി എന്ത് കാണിച്ചാൽ നമുക്കെന്താ? എല്ലാം കയ്യിൽ നിന്ന് പോവാ. നമ്മൾ ഈ ചർച്ചയെ കൊണ്ടുവരുന്ന വേറൊരു വിഷയമുണ്ട്. അതായത് ഈ പറയുന്ന സ്വർണം പൂശുന്ന സ്ഥാപനത്തിന്റെ അഡ്വക്കേറ്റ് ഈ വിഷയം പുറത്തുനിന്ന് പറഞ്ഞെന്താ, ഞങ്ങളുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്നത് കോപ്പറാണ്. അപ്പൊ സ്വർണം പൂശിയ ഇവർ അവകാശപ്പെടുന്നത് പൊളിഞ്ഞില്ലേ? അപ്പൊ ക്ലാഡ് ചെയ്ത സ്വർണത്തിന്റെ ആ സ്വർണം എവിടെ? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ?
അതൊരു വലിയ ചോദ്യാ. അതാ ചോദിക്കേണ്ടത്. പിന്നെ അവര് പറഞ്ഞു, സ്വർണ്ണം പൂശിയത് അതിന് മറുപടി പറയേണ്ടത് ഞങ്ങൾക്ക് മുരാരി രണ്ടാമത് അല്ലെന്നേ, പൂശാൻ പറ്റുന്നില്ല. അത് മറുപടി പറയേണ്ടത് പോറ്റി അല്ലെന്നേ, അതിന് മറുപടി പറയേണ്ടത് ദേവസ്വം ബോർഡാണ്. റജി അല്ല, ലൂക്കോസ് അതിന്റെ മറുപടി അന്വേഷണ ഏജൻസി കണ്ടെത്തുന്നു. അല്ലല്ല, അതിന് മറുപടി പറയേണ്ടത് ദേവസ്വം ബോർഡ് പറയണം. ഇതൊരു നടക്ക് പോണ മാതിരില്ല. നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് അറിഞ്ഞുകൊണ്ട് അയ്യപ്പന്റെ ഇരുവശമുള്ള ദ്വാരപാലകരെ അടിച്ചുകൊണ്ട് വിറ്റ് ആർത്തി മൂത്ത് ആമാശം നിറച്ച ആരാണെന്ന് പറയുന്നത് ദേവസ്വം ബോർഡാ, മുരാരി അല്ല. നമുക്ക് ചോദിക്കാനുള്ള ദേവസ്വം ബോർഡിനോട് സർക്കാരോട് മാത്രമേ ഉള്ളൂ. മുരാരിയോടും പോറ്റിയോടും നമുക്ക് ചോദിക്കാൻ ഒന്നുമില്ല. ഈശ്വര ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. കേരളത്തിൽ ചോദിക്കാനുള്ളത് അയ്യപ്പന്റെ സ്വത്ത് അടിച്ചു മാറ്റിയവർ എവിടെ, അവരെ സ്വത്ത് എവിടെ കൊണ്ട് വിറ്റു, ആരുടെ ആമാശത്തിലേക്ക് പോയി ചോദിക്കാനുള്ളത് ഭരിക്കുന്ന സർക്കാരിനോടാണ്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.